നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശവരുടെ ഗ്രഹസ്ഥത അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മീനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതനയെ സംബന്ധിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന അവരുടെ ജാതകപ്രകാരമുള്ള ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചരരാശി ഗ്രഹസ്ഥിതി പറയുമ്പോൾ ചരരാശി ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതി ഒന്ന് നോക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് കേതു 6-ലും രാഹു 12-ലും വ്യാഴം 4-ലും ശനി ജന്മസ്ഥിതനായിട്ട് നിൽക്കുന്നു. ഇതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതി പ്രത്യേകിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളെ ആശ്രയിച്ചുള്ളതും നമ്മളിവിടെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം മീനക്കൂറുകാരുടെ 2026 ജനുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത എന്താണെന്ന് നോക്കാം. സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന തരത്തിൽ സാമ്പത്തിക ലബ്ധി ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം, അതല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധനത്തിൻ്റെ ലഭ്യത. അപ്പോൾ ധനപരമായിട്ടുള്ള മുന്നേറ്റം, ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച്, സാമ്പത്തിക വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും ധനം, ഭൂമി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വ്യവഹാരമുണ്ടെങ്കിൽ അവയിൽ ഏകദേശം വിജയം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും ഏകദേശം അത് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വിജയത്തിന് മുൻപൊരു 1-2 പരാജയങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പരാജയങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു വിജയം ഉണ്ടാകാനുള്ള സാധ്യത. രോഗഭയാശങ്കകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗവിമുക്തി നേടുവാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അധികാരപ്രാപ്തിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. എത്ര നിയന്ത്രിച്ചാലും നിൽക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ചെലവ് വന്നാൽ പോലും കാര്യങ്ങൾ നടത്തി മാറ്റുവാനുള്ള ധനം ഏതെങ്കിലുമൊക്കെ വഴിക്ക് കറക്കി തിരിച്ച് എടുക്കാൻ സാധിക്കും. ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് എപ്പോഴും ഒരു നിരാശ, ഒരു മനോദുഃഖം ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. വഴുതി വീഴാതിരിക്കുവാനും വീഴ്ചയിൽ അസ്ഥിക്ക് ഒടിവ് സംഭവിക്കാതിരിക്കുവാനും ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യം ഉണ്ടെന്ന് ഭയക്കാം, പക്ഷെ അതൊന്നും വലിയ ആനക്കാര്യം എടുക്കേണ്ട കാര്യമില്ല. യാത്രാവേളകളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധാരാളം അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം. മാതാപിതാക്കളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ തേടുന്നവർക്ക് തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ടായിരിക്കും തൊഴിൽ ഭാഗ്യം ലഭിക്കുക. തൊഴിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അവയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നേരെ പോ എന്ന രീതി അവലംബിക്കുന്നതായിരിക്കും. ആരോടാണെങ്കിലും സംസാരിക്കുന്നതിൽ വാക്കുകളിൽ അല്പം മിതത്വം പുലർത്തുന്നത് നന്നായിരിക്കും. കോപാധിക്യം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ വിളിച്ചു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ പിൽക്കാലത്ത് ചില തിരിച്ചടികൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോവുക. സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രശ്നം വരുന്നതല്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അശ്രാന്ത പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമേ വിജയം എന്ന തലത്തിലെത്താൻ സാധിക്കും. അവിടെ ഭാഗ്യത്തിൻ്റെ കടാക്ഷം പ്രതീക്ഷിച്ചിട്ടോ ഭാഗ്യം തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദമ്പതികളെ സംബന്ധിച്ചും വളരെയേറെ വിട്ടുവീഴ്ചകൾ പല കാര്യത്തിലും വേണം. അല്ലാതെ ഒരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പിടിച്ച മുയലിൻ്റെ 3 കൊമ്പ് എന്ന് പറയുന്ന രീതിയിൽ പോയാൽ ഒരു കാര്യവും വിജയിക്കത്തില്ല. കലഹവും പ്രശ്നവും മനക്ലേശവും ആയിരിക്കും അതിൻ്റെ തിരിച്ചടിയായിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയിക്കും. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തിലാവില്ല. അതുപോലെ തന്നെ യാത്രാ ദുരിതം, യാത്രാവേളകളിൽ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്.
വിദേശത്ത് തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും സ്വദേശത്ത് തൊഴിലിന് മറ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിലവിലുള്ള തൊഴിൽ കളഞ്ഞേച്ചും വേറെ എന്തെങ്കിലും തൊഴിൽ ഇപ്പം തേടി പോകുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. കുറച്ചുകൂടെ സാവകാശത്തോടെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്. ഇനി മീനക്കൂറുകാരുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ഫലസാധ്യത ശ്രദ്ധിച്ചാൽ വളരെയേറെ കഠിനമെന്ന് തോന്നിയിരുന്ന ചില കാര്യങ്ങൾ നടത്തി മാറ്റാനിടയുണ്ട്. ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ചില വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത് ചെയ്ത് വിജയിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. പഠന വിഷയങ്ങളിൽ അലസത വെടിഞ്ഞ് മുന്നേറേണ്ട ഒരു സാഹചര്യമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വിദ്യാർത്ഥികൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ വിവാദ വിഷയങ്ങളുണ്ടായിരുന്ന ഒരു നല്ല പോക്ക് ഏകദേശം പരിഹരിക്കപ്പെടുന്നതാണ്. മക്കളുടെ തൊഴിൽ വിഷയത്തിലോ അവരുടെ വിവാഹ വിഷയത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ ഏകദേശം അകന്നു മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നാൽ പോലും കാര്യ ഗൗരവം വിടാതെ തന്നെ ഏതൊരു കാര്യത്തിലും ഓടിയെത്തി അവിടെ സന്നിഹിതമാകാൻ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി പ്രശംസിക്കപ്പെടുന്നതാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അവകാശ തർക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ശാന്തിയും സമാധാനമൊക്കെ കളിയാടുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുടുംബാംഗങ്ങളിൽ ചിലർ ഉപയോഗിച്ച് ചില വാചകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആകുലത എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ശാരീരികമായിട്ടുള്ള ആരോഗ്യ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ്. ആരോഗ്യ വിഷയത്തിൽ അശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയൊരു കാലഘട്ടമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ആത്മകഥ മറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സന്ദർഭം ലഭിക്കുമെങ്കിലും മറ്റുള്ളവരെ മാത്രം സുഖിപ്പിച്ചുകൊണ്ടും രസിപ്പിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു അടിമപ്പണിക്ക് തുല്യമാകുമെന്നതുപോലെയുള്ള ചില തിരിച്ചറിവുകൾ ഈ കാലഘട്ടത്തിൽ ഈഗോ വളർത്താനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദുർവ്യയം, സാമ്പത്തിക ചെലവിനെ സംബന്ധിച്ച് ലുബ്ധ്, പിശുക്കൻ, പിശുക്കി എന്നൊക്കെ ഉള്ളൊരു പേര് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സമ്പാദിച്ചേക്കാം. കാരണം സാമ്പത്തികം ചിലവാക്കാതെ എങ്ങനെ കാര്യം നടക്കും എന്നുള്ള ചോദ്യങ്ങൾ നേരിട്ടേക്കാം. എത്രയേറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും വിഷമങ്ങളും സഹിച്ചാലും പാപമംഗലമായ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ആര് പ്രേരിപ്പിച്ചാലും ഈ കാലഘട്ടത്തിൽ പോകരുത്. സാമ്പത്തിക പരാധീനതകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശരിയല്ലാത്ത വഴികളിലൂടെ, അതിൽ അഴിമതിയാവാം, പിടിച്ചു പറയാവാം, കബളിപ്പിക്കലാകാം, അല്ലെങ്കിൽ സദാചാരത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാകാം. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും പാപകർമ്മങ്ങളിൽ പോയി വീഴുകയരുത്. അതൊരു വലിയ കെണിയായിരിക്കും. അത് ശ്രദ്ധിക്കുക. വീട് മാറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് നടക്കുന്നതാണ്. തൊഴിൽ മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും തൊഴിൽ മാറാൻ സാധിക്കുമെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് കിട്ടുന്നൊരു തൊഴിൽ മേഖല കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. ഇനി അഥവാ തൊഴിൽ മാറുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സേവന വേതന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം എടുത്ത് ആടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലിരിക്കുന്നതെന്ന അവസ്ഥയിൽ പോയി ചാടേണ്ടി വരും. അതിനേക്കാളും നല്ലത് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ മാറുക. കുറച്ചുകൂടെ 1, 2, 5, 8 പദങ്ങളുടെ കഴിഞ്ഞ് മാറാനുള്ളൊരു ശ്രമമായിരിക്കും നല്ലത്. ഇനി നിത്യക്കള്ളി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് രേഖാപരമായിട്ട് ഒത്തുനോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുത്തു മാറുന്നതായിരിക്കും നല്ലത്. എന്തായാലും 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളെന്ന് പറയുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ച് ചെറിയ ചില വെല്ലുവിളികളിലേക്ക് വന്നാൽ പോലും അതിലൊക്കെ വിജയിക്കാൻ കഴിയുന്നതാണ് എന്ന് തന്നെയാണ് ശുഭകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ശ്രദ്ധ വേണം. വാഹന ഉപയോഗത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. ഇത് തന്നെയാണ്. പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. അസ്തമയ ശേഷം ശാസ്താവിന് ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നീരാജനം സമർപ്പിക്കുക. പിൻവിളക്ക് തെളിയിക്കുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അരയാലിന് രാവിലെ 9 മണിക്ക് മുൻപുള്ള സമയത്ത് 3 തവണ പ്രദക്ഷിണം ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൈയിണത്ര വഴിപാടുകൾ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക.
സർപ്പക്ഷേത്രത്തിലോ രാഹുൽ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇതര മതസ്ഥരെ സംബന്ധിച്ചും അവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകളും വേദഗ്രന്ഥ പാരായണമൊക്കെ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നമ്മളിവിടെ ദോഷപരിഹാര മാർഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിറങ്ങൾക്കും സമയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവരവരുടെ പ്രാർത്ഥനയും വേദഗ്രന്ഥ പാരായണമൊക്കെ ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി പരിഗണിക്കാവുന്നതാണ് എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.